ഇന്നത്തെ നമ്മുടെ താരം അവോക്കാഡോ, നമ്മുടെ സ്വന്തം ബട്ടർ ഫ്രൂട്ട്. അവോക്കാഡോ ചേർത്തിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇതൊരു തായ് റെസിപ്പിനെ നമ്മുടെ സ്റ്റൈലിലേക്കൊന്ന് മാറ്റിപ്പിടിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും സ്ട്രോബെറി ഫ്യൂഷനിലേക്ക് സ്വാഗതം. ആദ്യം 300 ഗ്രാം ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ബോൺലെസ് ചിക്കനാണിത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അവോക്കാഡോ ആണ്. ഒരു വലിയ അവോക്കാഡോ എടുക്കുക. അവോക്കാഡോ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കളറുള്ള അവോക്കാഡോ എടുത്താൽ നമ്മുടെ കറിക്ക് നല്ല മൊഞ്ചുള്ളൊരു കളർ കൂടെ കിട്ടും. ചെറുതായിട്ട് ബ്ലാക്ക് കളറായിട്ടുള്ള അവോക്കാഡോ ഒന്നും എടുക്കാതിരിക്കുക, അതാണ് നല്ലത്. എടുത്താൽ പ്രശ്നമൊന്നുമില്ല, കളറിന് ഒരു ഇത്തിരി മാറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ. ആദ്യം അതിൻ്റെ കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് 1 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ആ സെയിം പാനിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കൊണ്ട് ഓയിൽ ഒഴിച്ചിട്ട് വലിയ പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക്, എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. 4-5 പച്ചമുളക് ചേർക്കുക. പിന്നെ ഒരു വലിയ സവോള, നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞ സവോള, അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് കാപ്സിക്കം ഇതേപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത്, 2-3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, നമുക്ക് ഇഷ്ടമുള്ള വേറെ വെജിറ്റബിൾസ് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചധികം കറി ലീഫും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മുടെ അവോക്കാഡോ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ കറിയുടെ തിക്നെസ് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ ഒരു ഇത്തിരി ഹണിയോ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഉപ്പ് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നന്നായിട്ടൊന്ന് തിളച്ചാൽ നമുക്ക് നമ്മുടെ കറി ഓഫ് ചെയ്യാം. ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. കാണാൻ നല്ല മൊഞ്ചും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള അവോക്കാഡോ ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി സിൽക്കി ടെക്സ്ചറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ചോറിൻ്റെയും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതേപോലെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. താങ്ക് യു. ബൈ ബൈ.